യാത്രകൾ ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. പക്ഷേ ചില യാത്രകൾ നമ്മളെ ചില പ്രശ്നങ്ങളിൽ ചാടിച്ചേക്കാം. ഒരു ആക്സിഡൻറ്റ്, അല്ലെങ്കിൽ ലഗേജ് മിസ്സാകുന്നത്, ഫ്ലൈറ്റ് ക്യാൻസൽ ആകുന്നത് എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും യാത്രയുടെ സന്തോഷം തന്നെ ഇല്ലാതാക്കിയേക്കും. ഒരു പുതിയ സ്ഥലത്തെത്തുമ്പോൾ ഒരു അസുഖം വന്നെന്നിരിക്കട്ടെ, നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ഹോസ്പിറ്റൽ ബില്ല് വന്നാൽ എന്ത് ചെയ്യും? ഇങ്ങനെ അപ്രതീക്ഷിതമായ യാത്രകൾക്കിടയിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താണെന്ന് നോക്കിയാലോ? ജനഹിതം 24/7 സ്വാഗതം. ലൈഫ് ഇൻഷുറൻസ് എടുക്കാനും വീടും കാറും ബൈക്കും കുട്ടികളുടെ പഠനവും ഒക്കെ ഇൻഷുർ ചെയ്യാനും മടി കാണിക്കാത്തവരാണ് കൂടുതൽ ആളുകളും. എന്നാൽ നമ്മുടെ യാത്രകൾ സുരക്ഷിതമാണോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ സ്ഥിരമായി നിൽക്കുന്ന സ്ഥലം വിട്ട് ദൂരേക്ക് പോകുമ്പോഴല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ ആവശ്യമായി വരുന്നത്. അതുതന്നെയാണ് ട്രാവൽ ഇൻഷുറൻസിന്റെ പ്രാധാന്യം. ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ യാത്രയിലെ പല ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ കഴിയും. ട്രാവൽ ഇൻഷുറൻസ് എന്നാൽ യാത്രകൾക്കുള്ള ഒരു സുരക്ഷാ കവചം പോലെയാണ്. രാജ്യത്തിനകത്തായാലും പുറത്തായാലും ഉപകാരപ്രദമാണിത്. ചെറിയൊരു തുക പ്രീമിയമായി അടച്ചാൽ യാത്രയിൽ ഉണ്ടാകുന്ന പല അവിചാരിത ചെലവുകളും ഒഴിവാക്കാനാകും. എന്തായാലും ഇന്ന് നമ്മൾ ഈ ഇൻഷുറൻസിന്റെ വിശദ വിവരങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ ഇൻഷുറൻസ് എങ്ങനെ നിങ്ങളുടെ യാത്രയെ സംരക്ഷിക്കും? ട്രാവൽ ഇൻഷുറൻസിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇതിന്റെ പരിമിതികൾ എന്തൊക്കെയാണ്? എങ്ങനെ ഈ പരിമിതികൾ മറികടക്കാം? നല്ലൊരു പോളിസി എങ്ങനെ എടുക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം. ട്രാവൽ ഇൻഷുറൻസിന്റെ പ്രധാന ഗുണങ്ങളിൽ ഒന്നാമത്തേത് മെഡിക്കൽ എമർജൻസി ഹെൽപ്പ് തന്നെയാണ്. യാത്രകൾക്കിടയിൽ പെട്ടെന്നൊരു അസുഖം വന്നാൽ അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചാൽ ബില്ലുകൾ ഇൻഷുറൻസ് കമ്പനി നൽകും. ഇതിൽ ആശുപത്രിയിലെ ബില്ലുകൾ, സർജറി, എമർജൻസി എയർലിഫ്റ്റിംഗ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. നമ്മുടെ സാധാരണ ഇൻഷുറൻസ് വിദേശ രാജ്യങ്ങളിൽ മതിയാകാതെ വരുമ്പോൾ ഇത് സഹായകമാകും. അതുപോലെ യാത്ര റദ്ദാവുകയോ ഡെസ്റ്റിനേഷൻസ് കുറയ്ക്കുകയോ ചെയ്യേണ്ടി വന്നാൽ പണം തിരികെ ലഭിക്കും എന്ന ഗുണവുമുണ്ട്. അസുഖം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, അപകടം, മോശം കാലാവസ്ഥ, പ്രകൃതി ദുരന്തം എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടും. ചുരുക്കി പറഞ്ഞാൽ അവസാന നിമിഷം യാത്ര മാറ്റിവെക്കേണ്ടി വന്നാൽ പണം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് വിഷമിക്കേണ്ട. ലഗേജ് നഷ്ടപ്പെട്ടാൽ, മോഷണം പോയാൽ അല്ലെങ്കിൽ വൈകിയാലൊക്കെ നഷ്ടപരിഹാരം ലഭിക്കുമെന്നതാണ് ട്രാവൽ ഇൻഷുറൻസിന്റെ മറ്റൊരു പ്രധാന ഗുണം. അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനും യാത്ര തുടരാനും ഇത് സഹായിക്കും. പാസ്പോർട്ട്, യാത്രാരേഖകൾ, മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. അതുപോലെ ഫ്ലൈറ്റ് വൈകുകയോ കണക്ഷൻ നഷ്ടപ്പെടുകയോ ചെയ്യുന്നത് പലപ്പോഴും യാത്രികർ നേരിടുന്ന ഒരു പ്രശ്നമാണ്. മോശം കാലാവസ്ഥ, സാങ്കേതിക പ്രശ്നങ്ങൾ തുടങ്ങിയവ കാരണം ഫ്ലൈറ്റ് വൈകിയാൽ അല്ലെങ്കിൽ കണക്ഷൻ നഷ്ടപ്പെട്ടാൽ അധികമായി വരുന്ന ഭക്ഷണത്തിലുള്ള പണം, യാത്രാ ചെലവുകൾ, ഹോട്ടൽ ചെലവുകൾ എന്നിവയെല്ലാം ഇൻഷുറൻസ് കമ്പനി നൽകും. വ്യക്തിഗത അപകട പരിരക്ഷയും ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടും. യാത്രകൾക്കിടയിൽ അപകടം സംഭവിച്ച് മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്താൽ ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം നൽകും. ഇത് കുടുംബത്തിന് ഒരു സഹായമാകും. യാത്രകൾക്കിടെ എമർജൻസി സഹായം ലഭ്യമാകാനും ട്രാവൽ ഇൻഷുറൻസ് ആവശ്യമാണ്. ഡോക്ടർമാരുടെ സഹായം, രേഖകൾ നഷ്ടപ്പെടുന്ന അവസ്ഥ, യാത്രയ്ക്ക് മറ്റ് സഹായങ്ങൾ തുടങ്ങിയവ ആവശ്യമുണ്ടെങ്കിൽ 24 മണിക്കൂറും സഹായം ലഭിക്കും. അത്യാവശ്യ ഘട്ടങ്ങളിൽ പണം മുൻകൂറായി ലഭിക്കുകയും ചെയ്യും. വ്യക്തിഗത ബാധ്യതയും ഈ ഇൻഷുറൻസിന്റെ പരിധിയിൽ വരുന്നതാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് ആർക്കെങ്കിലും അപകടം സംഭവിച്ചാൽ അല്ലെങ്കിൽ നാശനഷ്ടം സംഭവിച്ചാൽ അതിന്റെ ചെലവുകളും ഇൻഷുറൻസ് കമ്പനി വഹിക്കും. ചില പോളിസികളിൽ നേരത്തെ ഉണ്ടായിരുന്ന അസുഖങ്ങൾക്കുള്ള പരിരക്ഷ, നമ്മൾ വീട്ടിലില്ലാത്ത സമയം മോഷണം പോയാലുള്ള പരിരക്ഷ, ചെറിയ കുട്ടികൾക്ക് എമർജൻസി സാഹചര്യങ്ങളിൽ ഒരാളുടെ സഹായം ലഭിക്കാനുള്ള സൗകര്യം തുടങ്ങിയവ കൂടി ഉണ്ടാകും. ഇത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പോളിസി അനുസരിച്ചാണ് ലഭ്യമാവുക. എന്തുകൊണ്ടാണ് ട്രാവൽ ഇൻഷുറൻസ് പ്രധാനമാണ് എന്നീ പറഞ്ഞ പോയിന്റുകളിൽ നിന്ന് തന്നെ വ്യക്തമായി കാണുമല്ലോ. ഒന്നാമത്തെ കാര്യം സമാധാനം തന്നെയാണ്. യാത്രകൾക്കിടയിൽ ഉണ്ടാകുന്ന എക്സ്ട്രാ ചെലവുകളെ കുറിച്ച് ഓർത്ത് പേടിക്കാതെ സന്തോഷമായി യാത്ര ചെയ്യാം. ഒപ്പം പണവും ലാഭിക്കാം. വിദേശത്ത് ആശുപത്രികളിൽ പോകേണ്ടി വന്നാൽ, ലഗേജ് നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ യാത്ര വൈകിയാലൊക്കെ ഒരുപാട് പണം ചെലവാകും. ട്രാവൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഈ ചിലവുകളൊക്കെ ഒഴിവാക്കാം. പല രാജ്യങ്ങളിലും ട്രാവൽ ഇൻഷുറൻസ് നിർബന്ധമാണ്. പ്രത്യേകിച്ച് യൂറോപ്പിലെ ചില രാജ്യങ്ങളിൽ ട്രാവൽ ഇൻഷുറൻസ് ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റില്ല. ഇനി ശരിയായ പോളിസി എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുകൂടി നോക്കാം. ഓരോ പോളിസിയുടെയും കവറേജ്, എക്സ്ക്ലൂഷൻസ്, ക്ലെയിം പ്രോസസ്, പ്രൈസ് എന്നിവ താരതമ്യം ചെയ്യുക. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഇൻഷുറൻസ് തുക തിരഞ്ഞെടുക്കുക. നേരത്തെ ഉണ്ടായിരുന്ന അസുഖങ്ങൾ, വില കൂടിയ ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ പരിരക്ഷ ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കുക. ഇക്കാര്യങ്ങളിൽ വ്യക്തത ലഭിച്ചാൽ തന്നെ ഏത് ട്രാവൽ ഇൻഷുറൻസ് പോളിസിയാണ് നിങ്ങൾക്ക് അനുയോജ്യം എന്ന് കണ്ടെത്താനാകും. ട്രാവൽ ഇൻഷുറൻസ് എടുക്കുന്നതിന്റെ ഗുണങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. പക്ഷേ ഈ പോളിസി എടുക്കും മുമ്പ് ചില പോരായ്മകളും പരിമിതികളും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം.
സാഹസിക വിനോദങ്ങൾക്ക് കവറേജ് ലഭിക്കാതെ പോകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് പ്രധാന പോരായ്മ. സ്കൂബ ഡൈവിംഗ്, സ്കൈ ഡൈവിംഗ് പോലെയുള്ള സാഹസിക വിനോദങ്ങൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾക്ക് സാധാരണയായി ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമല്ല. അതിനായി കൂടുതൽ പണം നൽകി അഡ്വഞ്ചർ സ്പോർട്സ് കവറേജ് എടുക്കേണ്ടി വരും. യുദ്ധം, കലാപം, രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ, തീവ്രവാദം എന്നിവ കാരണം ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് സാധാരണ പോളിസികൾ പരിരക്ഷ നൽകുന്നില്ല എന്നതും ഒരു പോരായ്മയാണ്. കസ്റ്റംസ് അധികാരികളോ നിയമപരമായ പ്രശ്നങ്ങളോ കാരണം നിങ്ങളുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിച്ചാൽ മിക്ക പ്ലാനുകളും പരിരക്ഷ നൽകാറില്ല. ചില പ്രത്യേക ചികിത്സകൾക്കും ഇൻഷുറൻസ് ലഭിക്കില്ല. ഉദാഹരണത്തിന് യാത്രകൾക്കിടെയുള്ള സൗന്ദര്യ ശസ്ത്രക്രിയകൾ, ദന്ത സംരക്ഷണം, ഗർഭധാരണവുമായി ബന്ധപ്പെട്ട ചികിത്സ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ചികിത്സ തുടങ്ങിയവ ആവശ്യമായി വന്നാൽ സാധാരണയായി ഇൻഷുറൻസ് പരിരക്ഷ കിട്ടില്ല. പ്രായപരിധിയും ഒരു പ്രശ്നമാണ്. പ്രായം കൂടുന്തോറും പോളിസികളുടെ ചെലവും കൂടിക്കൊണ്ടിരിക്കും. ചില പോളിസികൾ പ്രായമായവരെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന പരിരക്ഷയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യും. അതുപോലെ ഗവൺമെന്റ് അതിർത്തികൾ അടയ്ക്കുകയാണെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാതെ പോയേക്കും. ചില പോളിസികൾ എടുത്താൽ നഷ്ടപ്പെട്ട ലഗേജുകൾക്കോ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കോ ലഭിക്കുന്ന നഷ്ടപരിഹാരം പലപ്പോഴും പരിമിതമായിരിക്കും. ഉദാഹരണത്തിന് നിങ്ങളുടെ ലാപ്ടോപ്പ് മോഷണം പോയാൽ പോളിസിയിൽ പറയുന്നതിനനുസരിച്ച് അതിൻ്റെ യഥാർത്ഥ വിലയുടെ ഒരു ചെറിയ ശതമാനം മാത്രമേ നിങ്ങൾക്ക് ലഭിക്കൂ. ക്ലെയിം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും ട്രാവൽ ഇൻഷുറൻസിൻ്റെ പരിമിതികളിൽ പെടുന്നതാണ്. ക്ലെയിം ചെയ്യുന്നതിന് പ്രധാന രേഖകളൊക്കെ ആവശ്യമാണ്. രസീതുകൾ, പോലീസ് റിപ്പോർട്ടുകൾ, മെഡിക്കൽ രേഖകൾ, എയർലൈൻ കത്തുകൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. ചിലപ്പോൾ ചെറിയ തെറ്റുകൾ സംഭവിച്ചാലോ അല്ലെങ്കിൽ സമയപരിധി കഴിഞ്ഞാലോ ക്ലെയിം നിരസിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഈ പരിമിതികൾ കേട്ടതുകൊണ്ട് മാത്രം ട്രാവൽ ഇൻഷുറൻസ് മോശമാണെന്ന് ധരിക്കേണ്ട. നല്ലതിനൊപ്പം മോശം കാര്യങ്ങളും ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ നല്ല പോളിസി തിരഞ്ഞെടുക്കുക എന്നതാണ് വഴി. പോളിസി എടുക്കുന്നതിന് മുമ്പ് അതിലെ നിബന്ധനകളും വ്യവസ്ഥകളും ശ്രദ്ധാപൂർവം വായിക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻഷുറൻസിൽ ഉൾപ്പെടുത്താത്തത് എന്നുകൂടി അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള പോളിസി തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് നിലവിൽ എന്തൊക്കെ പരിരക്ഷയുണ്ടെന്ന് പരിശോധിക്കുകയും വേണം. പോളിസി എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ രോഗങ്ങളെക്കുറിച്ചും യാത്രാ പദ്ധതികളെക്കുറിച്ചും സത്യസന്ധമായി അവരെ അറിയിക്കണം. വിവരങ്ങൾ മറച്ചുവെച്ചാൽ അത് നിങ്ങളുടെ പരിരക്ഷയെ ബാധിക്കും. ഒപ്പം യാത്ര ചെയ്യുമ്പോൾ ആവശ്യമായ രേഖകൾ കയ്യിൽ കരുതുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ യാത്രകൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ യാത്രകൾ പുതിയ ഓർമ്മകൾ ഉണ്ടാക്കാനുള്ള സമയമാണ്, പേടിക്കാനുള്ള സമയമല്ല. ശരിയായ ട്രാവൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ സുരക്ഷിതരായിരിക്കും. കുറഞ്ഞ പൈസയ്ക്ക് ഒരു ഇൻഷുറൻസ് എടുത്താൽ അത് വലിയൊരു തുകയുടെ സംരക്ഷണം നൽകുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ജനഹിതം 24/7 സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം.